പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 18ഓളം ഇന്ത്യക്കാർ ഇപ്പോൾ സെറാമിക് ഫാക്ടറി, അതായത് സുഡാനിലെ ഒരു സെറാമിക് ഫാക്ടറിയിൽ ഉണ്ടായ LPG ടാങ്കർ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട് മരിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 23ഓളം പേർ കൊല്ലപ്പെട്ടു എന്നും 130ഓളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട മാരകമായി മുറിവേറ്റിരിക്കുകയാണെന്നും ഉള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സുഡാനിലെ സെറാമിക് ഫാക്ടറിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വാർത്തകൾ വന്നിരിക്കുന്നത്. 16ഓളം ഇന്ത്യക്കാർ ഇപ്പോൾ കാണാതായിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് വന്നിരിക്കുന്നത്. ഇത് സീല സെറാമിക് ഫാക്ടറി, അതായത് ബാഹറി എന്ന ഖർത്തുവാം മേഖലയിൽ ഉണ്ടായ സ്ഫോടനത്തിലാണ്, ചൊവ്വാഴ്ച ഉണ്ടായ സ്ഫോടനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ സംഭവം വന്നിരിക്കുന്നത്. ഇത് രാജ്യത്തെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം 18ഓളം പേർ ഔദ്യോഗികമായി മരിച്ചു എന്ന വാർത്തകളാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ എംബസി ഈ പ്രസ് റിലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. 2 പേർ ഇപ്പോൾ കാണാതായിരിക്കുന്നു എന്ന വാർത്തയും വന്നിരിക്കുന്നു. മരിച്ചവരുടെ കുടുംബങ്ങളിലേക്കുള്ള വിശദാംശങ്ങൾ അവരെ കൃത്യമായി അറിയിക്കാൻ ഉള്ള തത്രപ്പാടിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി. മാത്രമല്ല, അവിടെ ജോലി ചെയ്യുന്ന പലരും ഇപ്പോൾ ആശങ്ക അറിയിച്ചിരിക്കുകയാണ്. വളരെയധികം പൊള്ളലേറ്റ രീതിയിലാണ് മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ എംബസി ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരങ്ങൾ, അതായത് ഹോസ്പിറ്റലൈസ് ആയവരുടെ, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെയും അതോടൊപ്പം കാണാതായവരുടെയും അതോടൊപ്പം തന്നെ ഈ ദുരന്തത്തെ അതിജീവിച്ചവരുടെയും വാർത്തകൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. 7ഓളം പേർ ഇപ്പോൾ ആശുപത്രിയിലാണ് എന്നും 4 പേരുടെ കാര്യം അതീവ ഗുരുതരമാണ് എന്നും അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ ICUലാണ് എന്നുള്ള വാർത്തകൾ വന്നിരിക്കുകയാണ്. 34ഓളം ഇന്ത്യക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സർവൈവ് ചെയ്തു, അവർ അതിജീവിച്ചു എന്ന വാർത്തകൾ ആണ് വന്നിരിക്കുന്നത്. എന്തായാലും സെറാമിക് ഫാക്ടറിയിൽ ഉണ്ടായ ഈ പൊട്ടിത്തെറി, സലോമി സെറാമിക് ഫാക്ടറിയിൽ ഉണ്ടായ പ്രദേശത്തുണ്ടായ സംഭവം വലിയ തോതിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഔദ്യോഗിക റിപ്പോർട്ട് അനുസരിച്ച് സുഡാനീസ് ഗവൺമെന്റ് പറയുന്നത് 23 പേർ മരിച്ചു എന്ന് തന്നെയാണ്. 130ഓളം പേർ മാരകമായ മുറിവുകളോടുകൂടിയാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുന്നത് എന്ന കൂടി വാർത്ത വരുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം എന്താണ് എന്നുള്ളത് ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. ഗ്യാസ് ലീക്കേജ് ആണോ അതോ അതുമായി ബന്ധപ്പെട്ട കാര്യമാണോ? എന്നിരുന്നാലും തീ ആളിക്കത്തിയിരുന്നു. അത് മാത്രമല്ല, തീ ആളിപ്പിടിക്കുന്ന രീതിയിലുള്ള ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള വസ്തുക്കൾ അവിടെ ശേഖരിച്ചു വെച്ചിരുന്നു എന്ന് തന്നെയാണ്. അത് വ്യക്തമായി സൂക്ഷിക്കാൻ ശ്രമിച്ചില്ല. അത് തന്നെയാണ്, അധികൃതരുടെ അനാസ്ഥ മൂലം തന്നെയാണ് ഇപ്പോൾ ഇത്രയും വലിയ അപകടം ഉണ്ടായിരിക്കുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മാത്രമല്ല, സുഡാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഏറ്റവും ഒടുവിലത്തെ വാർത്തകൾ, ഇതെല്ലാം ഇപ്പോൾ എംബസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന് തന്നെ അക്ഷരാർത്ഥത്തിൽ അരാജകത്വത്തിലേക്ക് നീക്കുന്ന, പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു വലിയ ബുദ്ധിമുട്ട് ഏകുന്ന ഒരു വാർത്ത തന്നെയാണിത്. സുഡാനിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുഡാൻ എംബസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറയുമ്പോഴും മരിച്ചവരുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഒരുക്കി കഴിഞ്ഞതായും ഇപ്പോൾ സുഡാൻ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.